ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പറയുന്നത്. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ എന്താണെന്ന് നമുക്ക് അറിയാം. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റമാണ്. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ ആ ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജുകളുടെ നമ്പറാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് മീൻസ് പ്രോട്ടോൺസിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ടെങ്കിൽ 10 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും ഉണ്ടെന്നാണ് അതിനർത്ഥം. 10 പ്രോട്ടോണുള്ള ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? 10 തന്നെയാണ്. 10 ഇലക്ട്രോണുള്ള ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? 10 ആണ്. അപ്പോൾ the atomic number of an element is the number of protons or number of electrons in an atom. So നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. the number of protons in sodium is 11. What is its atomic number? എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് സോഡിയത്തിൽ 11 ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 11 ആയിരിക്കും. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ അറ്റോമിക് നമ്പർ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഷെല്ലിൻ്റെ നമ്പറാണ്. ഷെൽ ഒരു എലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുമ്പോൾ ഷെല്ലുകളുടെ നമ്പർ പഠിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ ഷെല്ലുകളുടെ പേരും പഠിക്കേണ്ടതാണ്. ഷെല്ലിന് വേറൊരു പേരും പറയാം, ഓർബിറ്റ് എന്നും പറയാം. ദ നെയിം ഓഫ് ദി ഷെൽസ് ഓർ ഓർബിറ്റ് ആർ K, L, M ആൻഡ് N. K എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്. സോ കെയുടെ നമ്പർ 1 എന്ന് നമുക്ക് കൊടുക്കാം. എല്ലിൻ്റെ നമ്പർ 2 ആണ്, എമ്മിൻ്റെ നമ്പർ 3 ആണ്, എന്നിൻ്റെ നമ്പർ 4 ആണ്. നമ്മൾ ഈ നമ്പർ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു K എന്ന് പറയുന്ന ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാനാകും എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിട്ടൊരു ഫോർമുലയിലൂടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2 × n² എന്നാണ് ആ ഫോർമുല. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഇൻ K ഷെൽ മീൻസ് 2 × കെയുടെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു 1 ആണ്. സോ 1², 2 × 1² 1 ആണ്. 2 × 1 2. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ L ഷെൽ എന്ന് ചോദിച്ചാൽ 2 × n² എന്നുള്ള ഫോർമുലയാണ്. എല്ലിന് n എന്ന് പറയുന്ന നമ്പർ 2 ആണ്. അപ്പോൾ 2 × 2². അതുപോലെ എമ്മിൻ്റെത് 2 × 3², എന്നിൻ്റെത് 2 × 4². അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കാര്യം ഓർത്തിരുന്നാൽ മതി. K = 1, L = 2, M = 3 ആൻഡ് N = 4. ഇതാണ് അവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ്. കെയുടെ നമ്പർ 1 ആണ്, എല്ലിൻ്റെ നമ്പർ 2 ആണ്, എമ്മിൻ്റെ നമ്പർ 3, എന്നിൻ്റെ നമ്പർ 4. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ ഫോർമുല നമ്മൾ പഠിച്ചു 2 × n². അപ്പോൾ കെയിൽ എങ്ങനെ കണ്ടുപിടിക്കും? 2 × 1², എല്ലിൽ 2 × 2², എമ്മിലാണെങ്കിൽ 2 × 3², എന്നിലാണെങ്കിൽ 2 × 4². അങ്ങനെ നമുക്ക് കെയിൽ 2 ഇലക്ട്രോൺസ് എന്നും എല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോൺസ് ആണെന്നും എമ്മിലാണെങ്കിൽ 2 × 3² 18 ഇലക്ട്രോൺസ് ആണെന്നും അതുപോലെ എന്നിൽ 2 × 4² 32 ഇലക്ട്രോൺസ് ആണെന്നും കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഫോർമുല ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൻ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു 2 × n² ആൻഡ് n ഈസ് ദി നമ്പർ ഓഫ് ദി ഓർബിറ്റ്. ഓർബിറ്റിന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന നമ്പറാണ് n എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ ഈ ചാപ്റ്ററിൽ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലും പീരിയോഡിക് ടേബിളിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്റ്റ് നമ്പറിലും ഗൂഗിൾ മീറ്റിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സസിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിലോട്ട് കിടക്കാം. താങ്ക് യു.